ഇന്നോവയിലിരിക്കുന്നതാണോ സുഖം, ഇതിനകത്തിരിക്കുന്നതാണോ സുഖം? ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിസ് മച്ചാൻസ് ഓട്ടോ വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നോവേനെ വെല്ലുന്നൊരു വണ്ടിയാണ്. അത് നമ്മുടെ ഏറ്റവും പുതിയ ഹൈക്രോസിനെ വരെ വെല്ലുന്നൊരു വണ്ടിയും കൂടെയാണ്. മൾട്ടി യൂട്ടിലിറ്റി വർക്കും കൂടെയാണ്. ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് BYDയുടെ E-MAX 7. സോ വളരെ റെയർ വണ്ടികൾ മാത്രമേ ഇവിടെ നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ യൂസർ റിവ്യൂ ഒക്കെ എടുക്കുന്ന വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇതുപോലെ വണ്ടി എടുക്കാൻ കൺഫ്യൂഷനൊക്കെ ഉള്ളവർ, വേറെ ഏതെങ്കിലും വണ്ടി എടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ലെറ്റ്സ് വെൽക്കം ദ ഓണർ ഓഫ് ദ വെഹിക്കിൾ. വെൽക്കം ടു ക്രിസ് മച്ചാൻസ് വ്ളോഗ്. യുവർ ഗുഡ് നെയിം? ഡോൺ, എത്ര നാളായി നമ്മുടെ ഈ വണ്ടി ഇപ്പം എടുത്തിട്ട്? 1.5 മാസം ആയി, 2 മാസം ആവുന്നു. ഓക്കെ, അറൗണ്ട് ഏപ്രിൽ 3 തോന്നുന്നു എടുത്തത്. എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? നമുക്ക് അറൗണ്ട് 4350 അടുത്ത് വന്നിട്ടുണ്ട്, 380 അടുത്തായിട്ടുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച കൊണ്ട് സർവീസിന് കയറ്റുമായിരിക്കും. അതെ, എത്ര നാളെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു? അറൗണ്ട് 8 മന്ത്സ് എടുത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് വേണ്ടി. ബുക്ക് ചെയ്തിട്ട് നമുക്കധികം കുറേ ബുക്കിംഗ്സും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഡിലേ വന്നത്. അപ്പം എല്ലാ മന്തിലും അറൗണ്ട് 50 വണ്ടി എങ്ങാണ്ടായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത് കേരളത്തിലേക്ക് അലോട്ട് ചെയ്യുന്നത്. ടാക്സ് ചാർജസ് മാറുന്നതിന് മുമ്പേ നമുക്ക് കിട്ടിയതുകൊണ്ട് നന്നായി. ഇല്ലാതെ നമുക്ക് 1.5 ലാഖ് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നേനെ ടാക്സ് ആയിട്ട് മാത്രം. ഓ, ഗ്രേറ്റ്. അപ്പോൾ എനിക്ക് നേരത്തെ എന്നോട് സൂചിപ്പിച്ചിരുന്നു ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ്, ബെനിഫിഷ്യൽ ആണോ അത്? അതെ, ബേസിക്കലി അവരെ സംബന്ധിച്ച് അവർക്ക് പ്രോഫിറ്റ് ആണ്. അപ്പം നമ്മളിവിടെ എല്ലാ പാർട്സും എടുത്ത് അവിടെ അതിൻ്റെ ഇമ്പോർട്ടബിലിറ്റിയും കൊടുത്തിട്ട് ഇവിടെ അസംബ്ലി ചാർജും കൂടെ കൊടുത്തു കഴിഞ്ഞ് ബിൽഡ് ചെയ്യുമ്പം അവർ നോക്കുമ്പോൾ അത് ഇതായതുകൊണ്ട് ഇവർക്ക് ആക്ച്വലി പ്ലാന്റ് ഉണ്ട് ചെന്നൈയിൽ. അപ്പം അതാണ് ഇതിനകത്ത് ഒരു ബെനിഫിറ്റ് ആയിട്ട് അവർ കാണുന്നത്. അതുകൊണ്ടാണ് അവർ ഇമ്പോർട്ട് ചെയ്തത്. ഇവിടെയും ബിൽഡ് ചെയ്താലും അവിടെ ഇമ്പോർട്ട് ചെയ്താലും സാധനം ചൈനീസ് വണ്ടിയാണ്. പക്ഷേ അതിൻ്റെതായിട്ട് പോരായ്മകളൊന്നും തോന്നിയിട്ടൊന്നുമില്ല. എനിക്കൊരു കുറച്ച് ഫീച്ചർ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചർ 1-2 എണ്ണം പറയാമോ? മെയിനായിട്ട് അഡാസ് തന്നെയാണ്. അഡാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലൈൻ കീപ്പ് അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. നമ്മൾ ട്രാഫിക്കിലൊക്കെയാണ് അഡാസ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ മുന്നിലത്തെ വണ്ടി ബ്രേക്ക് പിടിക്കും, നമ്മുടെ വണ്ടി ബ്രേക്ക് പിടിക്കും, അതെടുക്കുമ്പോൾ എടുക്കും. നമുക്ക് ഈ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വെറുതെ അങ്ങ് ഇരുന്നാൽ മതി. പിന്നെ ഇടയ്ക്ക് സ്റ്റിയറിങ്ങിന് കൈ കൊടുത്താൽ പോയാൽ മതി, ലൈൻസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ. പിന്നെ നല്ലൊരു ടേണിങ്സ് ഒക്കെ ആണെങ്കിൽ മാത്രം കുറച്ച് നമ്മൾ അസിസ്റ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇത് അത്യാവശ്യം ഓടി പോകുന്നുണ്ട്. ഈ ഒരു വണ്ടി ചോയ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി വണ്ടി വരും. പ്രത്യേകിച്ച് ഡോൺ എന്നോട് നേരത്തെ പറഞ്ഞു, ഞാൻ നോക്കിയിരുന്നത് ടൊയോട്ടയുടെ ഹൈക്രോസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് B60, B90 എന്ന് പറയുന്ന മഹേന്ദ്രയുടെ ജഗജില്ലം വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ BYDയിലേക്ക് എത്തി? നമ്മൾ ആക്ച്വലി 1-2 ഇയേഴ്സ് ആയിട്ട് നമ്മൾ വണ്ടി നോക്കുന്നുണ്ട്, അതായത് എടുക്കാന്നുള്ളതേ. അപ്പം നമ്മളിപ്പം പെട്രോളിൻ്റെ വില കൂടുന്നതും ഒക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആക്ച്വലി ആദ്യം ഹൈബ്രിഡ് അല്ലെങ്കിൽ EV നോക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പം ഹൈബ്രിഡ് നോക്കിയപ്പോൾ നമ്മൾ ഹൈക്രോസ് നോക്കി, ഹൈ റൈഡർ നോക്കി, ഇതെല്ലാം നോക്കിയപ്പോഴും അതിനകത്ത് മെയിൻ പ്രോബ്ലം എന്നാന്ന് പറഞ്ഞാൽ അത് ഹൈബ്രിഡ് ആയതുകൊണ്ട് നമ്മൾ എഞ്ചിനും ക്ലച്ച് എല്ലാ സാധനവും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. അതുകൂടാതെ ഇലക്ട്രിക് സാധനവും ബാറ്ററി ഉണ്ട്, അതും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് പകുതിയായിട്ടാണ്, ഫുൾ എഞ്ചിൻ പവർ നമുക്ക് ഇത് തരുന്നില്ല. അപ്പോൾ BYDയുടെ ആറ്റോ 3 ആദ്യം പോയി കണ്ടായിരുന്നു. ആറ്റോ 3യുടെ വിഷയം നമുക്ക് 5 സീറ്റർ ആണെന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഹൈക്രോസ് എടുക്കുമ്പോൾ 7 സീറ്റർ കിട്ടും. അപ്പം അത് തന്നെ നമ്മൾ സീലും നോക്കി, എല്ലാം നോക്കിയായിരുന്നു. അപ്പം സീലൊക്കെ നോക്കുമ്പോഴത്തേക്കും 5 സീറ്റർ ആണെന്നുള്ളൊരു കുഴപ്പമാണ്. നമുക്ക് പിന്നീട് കൂടുതൽ ആൾക്കാർ വരണം എന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ 7 സീറ്റർ വന്നപ്പോഴത്തേക്കും നമ്മൾ ആദ്യം പോയി കാണാതെ എൻ്റെ ഫാദറാണ് കാണാതെ പോലെയാണ് വണ്ടി ബുക്ക് ചെയ്തത്. ഞാൻ മാത്രമേ പോയി കണ്ടുള്ളൂ. കാണുന്നതിന് മുമ്പ് നമ്മൾ ബുക്ക് ചെയ്തു. ഓക്കെ, നമ്മുടെ ഈ വീഡിയോയിലേക്ക് ഒരാളെയും കൂടെ ക്ഷണിക്കാനുണ്ട്. അത് എൻ്റെ ഓണറെ തന്നെയാണ്. എന്താണ് പേര്? ഓക്കെ, ഞാൻ ഈ പരിസരത്ത് വന്നപ്പോൾ തന്നെ മാരുതിയുടെ വണ്ടികൾ, SUV, അതുപോലെ തന്നെ നമ്മുടെ ഹ്യുണ്ടായുടെ തന്നെ i20, N-Line എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടികളൊക്കെ കിടക്കുന്ന ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. എങ്ങനെയുണ്ട്? ഞാൻ റെഗുലറായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മാരുതി വെഹിക്കിളും പിന്നെ അതോടൊപ്പം തന്നെ മഹീന്ദ്ര XUV 500. അതിൽ നിന്ന് ഇതിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ബെനിഫിഷ്യൽ എന്ന് പറയുന്നത് 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റിനകത്തുനിന്നൊരു ബെനിഫിറ്റ് ഉണ്ട്, കൂടാതെ ഇതിനകത്ത് എനർജി, നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ ബെനിഫിറ്റ്. എനിക്ക് ഒരു ഏകദേശം ഒരു 20,000-25,000 രൂപ മാസം എനിക്ക് മാത്രം ഫ്യൂവൽ കൺസംഷൻ ആകുന്നുണ്ട്. നമ്മൾ ഹൈ റേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ വീക്കെൻഡിലും വരും, തിരിച്ചും പോകും. കട്ടപ്പനമെന്ന് ഇങ്ങോട്ട് വരാൻ 126 കിലോമീറ്ററാണ്. ഞങ്ങൾക്ക് 107 രൂപയാകുന്നുള്ളൂ. അത് ഭയങ്കര, ഞാനിപ്പോൾ 2-3 പ്രാവശ്യം പോയി വന്നു. തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ നമുക്കൊരു കയറ്റം കയറുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കോസ്റ്റ് കൂടാവുന്നുണ്ട്. 250 രൂപ ആവുന്നുണ്ട്. അപ്പോൾ
ഞങ്ങളെ സമയത്തോളം നമുക്ക് ഒരു പെർ യൂണിറ്റിന് 1 കിലോവാട്ടിന് 7 രൂപ ചാർജിങ് ആകുന്നുള്ളൂ വീട്ടിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 100-125 രൂപയ്ക്ക് ഇങ്ങോട്ട് വരാം, അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് വെച്ചാൽ ഹൈ റേഞ്ച് കയറ്റമായതുകൊണ്ട് ഏകദേശം 250 രൂപയ്ക്ക്. നമ്മൾ സാധാരണഗതിയിലെ XUV 500 വരണമെങ്കിൽ 2500 രൂപ ആവും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് ഒരു ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് ഹൈബ്രിഡ്. നമ്മൾ ഹൈബ്രിഡോട് ആലോചിച്ചതാണ്. ഹൈബ്രിഡ് ഞങ്ങൾ രണ്ടുകൂടെ ഒത്തിരി പോയി കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാനൊരു ഹോസ്പിറ്റലാണ് വരയ്ക്കുന്നത്, സെൻറ്റ് ജോൺസ് എന്ന് പറയും. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഡയറക്ടർ ബ്രദർ ബൈജു, അപ്പം അദ്ദേഹത്തിന് വാഹനത്തിനെ പറ്റി നല്ല നോളജുള്ള മനുഷ്യൻ. അപ്പോൾ ഹൈബ്രിഡ് വാങ്ങിയാൽ ഉള്ള ഒരു ചെറിയ കോംപ്ലിക്കേഷൻ, ഞാൻ അവരെ കുറ്റം പറയല്ല, 2 ഹൃദയങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യണം, അതോടൊപ്പം തന്നെ ഇഞ്ചനും മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ XUV 500നെ സംബന്ധിച്ചോളം ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇഞ്ചൻ മാത്രം നോക്കിയാൽ മതി. ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഫെയിലർ ആയാൽ വാഹനം ഡൗൺ ആവും, ഓടത്തില്ല. ആ ഒരു പറഞ്ഞ പോയിന്റ് എന്നെ സ്ട്രൈക്ക് ചെയ്തു. കഴിഞ്ഞ മാർച്ച് 30-ാം തീയതിയാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ പിറ്റേന്ന് തന്നെ രജിസ്ട്രേഷൻ ഫീ 5% ഇന്ന് 10% ആക്കി കൂട്ടി, ഏപ്രിൽ ഓൺവേർഡ്സ്. അപ്പം നമുക്ക് ആ കറക്റ്റ് എക്സാക്റ്റ് ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ദി മന്ത് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റി. പല ആൾക്കാരും പല വിമർശനങ്ങളും പറയാറുണ്ട്. കാരണം പ്രത്യേകിച്ച് BYD കുറിച്ച്, ഇതിൻ്റെ പ്രത്യേകിച്ച് 7 സീറ്റർ വണ്ടിയാണ് E-MAX 7. അതിൻ്റെ ഒരു പുള്ളിങ് 0 to 100 8.6 സെക്കൻഡ്സ് കൊണ്ടാണ് എത്തുന്നത്. അപ്പോൾ ആ ത്രോട്ടിൽ റെസ്പോൺസ് മറ്റു വണ്ടികളിൽ നിന്ന് കുറവാണെന്ന് ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ അത് എത്രത്തോളം സത്യമാണ്? പവർ ബെറ്റർ, സൂപ്പർ പവർ. നമ്മൾ ഹൈ റേഞ്ചിലാണല്ലോ ഓടിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ആ XUV 500-നേക്കാൾ സൂപ്പർ പെർഫോമൻസ് ആണ്. 7 സെക്കൻഡ് കൊണ്ടാണ് ഇത് 100 കിലോമീറ്ററിൽ എത്തുന്നുണ്ട്. 7 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ എത്തും. ഹൈ റേഞ്ച് നമുക്കിപ്പോൾ മുണ്ടക്കയത്തും നമുക്ക് കുട്ടിക്കാനം വരെ ചെല്ലുമ്പോൾ ഏത് വണ്ടിയുടെയും പെർഫോമൻസ് അസസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ മുണ്ടക്കയം ടു കുട്ടിക്കാനം. സ്റ്റീപ്പ് കയറ്റമാണ്, കേർസ് ആണ്. അപ്പം നമ്മൾ അവിടെ ഒരു വണ്ടി ഓവർടേക്ക് ഒക്കെ ചെയ്യാന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്ര ഈസി അല്ല. അത് പെർഫോമൻസ് ഉള്ള വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇത് സൂപ്പറായിട്ട് പെർഫോമൻസ് നടക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ. നമുക്കറിയാം ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നത് ഇത് 73.1 അല്ലേ കിലോവാട്ടിന്റെ വണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഇവർ റേഞ്ച് പറയുന്നത് 530 530. ഈ 530 കിലോമീറ്റർ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ വണ്ടി നേരെ ഓടിക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? അത് 2 ആസ്പെക്ട്സ് ഉണ്ട്. കുട്ടിക്കാനത്തുനിന്ന് മുണ്ടക്കയം വരെ വരുമ്പോഴേ നമുക്ക് എനർജി മിച്ചമാണ്. കാര്യം വെച്ചാൽ കുട്ടിക്കാനം ഒരു 25 കിലോമീറ്റർ ആണെങ്കിൽ ആവറേജ് നമുക്കൊരു 5 കിലോവാട്ട് അല്ലെങ്കിൽ 4 കിലോവാട്ട് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് 6 കിലോവാട്ട് ജനറേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററിൻ്റെ വണ്ടി ഓടുകയും ചെയ്തു, 5 കിലോവാട്ട് ദൂരത്തിൻ്റെ വണ്ടി ഓടുകയും ചെയ്തു, കൺസംഷൻ്റെ ഓടുകയും ചെയ്തു, 4-5 കിലോവാട്ട് അഡീഷണൽ ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. ഡോൺ, അപ്പം ഓൺ ആൻഡ് ആവറേജ് ഇപ്പോൾ ഡോണൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരാളും കൂടെയാണ്. കാരണം യങ്സ്റ്റേഴ്സാണ് ഇവർ, റേഞ്ചിനെ കുറിച്ച് ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ എങ്ങനെ റേഞ്ച് കറക്റ്റ് ഈ പറയുന്ന 530 വെച്ച് നോക്കുകയാണെങ്കിൽ ഡോണർ ഏകദേശം എത്ര പറയാൻ പറ്റും? നമ്മൾ അറൗണ്ട് ഇതിനകത്ത് കാണിക്കുന്ന റേഞ്ച് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് എപ്പോഴും 530 കാണിക്കത്തില്ല. കമ്പനി പറയുന്ന 530 ആണെങ്കിലും അത് എനിക്ക് തോന്നുന്ന റീജനറേഷൻ എല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കും പറയുന്നത്. ഇത് നമുക്ക് എപ്പോൾ ചാർജ് ചെയ്താലും നമുക്ക് ബേസ് ആയിട്ട് കാണിക്കുന്നത് 480 കാണിക്കും, ചിലപ്പോൾ 500 കാണിക്കും. അപ്പം ബേസ്ഡ് അപ്പോൺ യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഞങ്ങൾ ലോങ് ഡ്രൈവ് കുറേ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാക്ഡ് ആയിട്ട് പോയിട്ടുണ്ടോ? എല്ലാവരും കയറ്റി പോയിട്ടുണ്ടോ? 7 സീറ്റേഴ്സും കൂടെ കൂടി പോയിട്ടുണ്ട്. ഫുൾ ലഗേജും വെച്ചിട്ടും പോകുന്നുണ്ട്. നമുക്ക് ആ റേഞ്ച് ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല നമുക്ക്. പക്ഷേ ഈ 530 ആണ് ഈ പറയുന്ന ഇവർ പറയുന്നെങ്കിലും നമുക്ക് അറൗണ്ട് ഈ വണ്ടിക്കകത്ത് കാണിക്കുന്ന എന്താണോ ആ പറയുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഈ പറയുന്ന ട്രാക്ടറൊക്കെ യൂസ് ചെയ്യുന്നത്, അവർക്ക് കാണിക്കുന്ന റേഞ്ച് കിട്ടത്തില്ല. അപ്പം നമ്മുടെ ഇതിനകത്ത് കാണിക്കുന്ന പെർസെൻറ്റേജ് വെച്ച് അവർ കണക്ക് കൂട്ടുന്നത്. അപ്പം റേഞ്ച് കാണിക്കുന്ന വെച്ചിട്ട് അവർക്ക് കിലോമീറ്റർ വെച്ചിട്ട് അവർക്ക് ഓടാൻ പാടാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓടിച്ചു നോക്കിയപ്പോഴും അവൻ ഇതിനകത്ത് പെർസെൻറ്റേജ് എവിടെ കുറച്ചും കൂടെ ചെറുതായിട്ട് പെർസെൻറ്റേജ് കൊടുത്തേക്കുന്നത് റേഞ്ചിന് കിലോമീറ്ററിനെക്കാളും. അപ്പോൾ നമ്മൾ അതാണ് വ്യത്യാസം വരുന്നത്. പക്ഷേ കിലോമീറ്റർ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടുന്നുണ്ട്, ഈ പറയുന്നതിന് കിട്ടുന്നു. 500 കൊണ്ട് കിട്ടുന്നുണ്ട് ഞാൻ കാൽക്കുലേറ്റ് നോക്കിയപ്പോൾ. എപ്പോഴേലും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ തണുപ്പ് സമയത്ത് കൂടുതലായിട്ട് വണ്ടി പെർഫോമൻസ് അല്ലെങ്കിൽ റേഞ്ച് കൂടുതൽ കിട്ടുന്നു, ഹോട്ടാകുമ്പോൾ റേഞ്ച് കുറവ്, അങ്ങനെ അത് ഡിപ്പെൻസ് ആണ് നമ്മുടെ AC-യുടെ യൂസേജ് അനുസരിച്ചുകൊണ്ട്. തണുപ്പാണെങ്കിൽ നമുക്ക് AC അധികം വേണ്ട. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പവറെല്ലാം യൂസ് ചെയ്യുന്നുള്ളൂ. AC ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ വേരിയേഷൻ നമുക്ക് ഇത് കാണാം, ചെറിയൊരു വേരിയേഷൻ. എത്ര കിലോമീറ്ററിൻ്റെ വ്യത്യാസം നമുക്ക് ഇതിനകത്ത് കാണിക്കുന്ന ഒരു മൈന്യൂട്ടാണ്. പക്ഷെ ഓടുമ്പോൾ നമുക്ക്
വേരിയേഷൻ നമുക്കറിയാം, ഫീൽ ഫീൽ ചെയ്യാം. ഓൾ റൈറ്റ്. നമ്മൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് പോലെ നമ്മൾ ഫിനാൻസ് ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരാൾക്കാർ, ഫിനാൻസ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെ മാനേജ് ചെയ്യുന്നത് സംഭവം? നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കുമ്പോൾ ഫിനാൻസിൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എല്ലാവരും ഒരു സംശയമാണ് ഈ പറഞ്ഞ ഈ വണ്ടി ഇത്രയും വിലയുള്ള വണ്ടി ഇതുകൊണ്ട് ബാങ്കിലിട്ട് നമുക്ക് ഇതിനിപ്പോഴേ ഇപ്പം 35 lakhs ആണ്. നമ്മൾ വാങ്ങിക്കുമ്പോൾ 33.5 ആയിരുന്നു. ഇപ്പം കഴിഞ്ഞ April 1 മുതൽ ഇതിൻ്റെ റോഡ് ടാക്സ് 5% എന്നുള്ള 10% ആക്കി. അപ്പോഴത്തേക്കിന് 35 lakhs ആക്കി. അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ആലോചിക്കുക, ഒരു 33 lakhs നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ, റെഡി ക്യാഷിന് വണ്ടി വാങ്ങിക്കുന്നതിന് പകരം ബാങ്കിൽ നിക്ഷേപിക്കുക. അപ്പം നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 5 years ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6-7% കിട്ടത്തുള്ളൂ. നമ്മൾ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് അതുപോലത്തെ ബാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 10% ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം ഏതാണ്ട് 3,30,000 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഏകദേശം 29,000-30,000 രൂപ മാസം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഫ്യൂവൽ കൺസംഷൻ എനിക്കൊരു മാസം 25,000 രൂപ ആയിക്കൊണ്ടിരുന്നത്. അതിൽ 5,000 രൂപ ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് ആവുമെന്ന് വെച്ചു. എന്നിരുന്നാൽ പോലും 20,000 രൂപ അത് ലാഭമുണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടുന്ന 30,000, ഈ 20,000 കൂടെ കൂടുമ്പോൾ 50,000 രൂപ ഒരു മാസം ലാഭമാണ്. ആ കാശുണ്ടെങ്കിൽ ഇത് നമുക്ക് EMI അടയ്ക്കാം. EMI അടയ്ക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതൽ ബാങ്കിൽ ഇരിക്കുകയും ചെയ്യും. EMIയിൽ നമുക്ക് പരിപാടി ഇൻട്രസ്റ്റ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ആ മുതലിനുള്ള ഇൻട്രസ്റ്റും അതോടൊപ്പം തന്നെ നമ്മൾ ഫ്യൂവലിൽ സേവ് ചെയ്യുന്ന കാശും കൂടെ ഉണ്ടെങ്കിൽ EMI അടച്ചു പോകും. അതാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും പോകാതെ നമുക്ക് വണ്ടി ഉപയോഗിക്കാം. ഇനി 8 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇലക്ട്രിക് വെഹിക്കിളുടെ വേറൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ മറ്റ് വെഹിക്കിൾ പോലല്ല, ഇതിൻ്റെ ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വണ്ടി പിന്നെയും പുതിയതാണ്. ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ഇപ്പോൾ റിമോട്ട് ആവാം, കാറാവാം. അപ്പോൾ കാറിനകത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കാറിൻ്റെ ബാറ്ററി കഴിയുമ്പോഴത്തേക്കും കാറിൻ്റെ ബാറ്ററി വേറെ മേടിച്ചിടും. ഇട്ട് കഴിഞ്ഞാൽ കാറ് പുത്തന പോലെ ഓടുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബാക്കിയെല്ലാം ഇലക്ട്രോണിക്സ് ഇതിനകത്തുണ്ട്. അതിന് പറയുന്ന വെയർ ആൻഡ് ടയർ കുറവായിരിക്കും, ഉണ്ടെങ്കിലും അത് വലിയൊരു കുറവായിരിക്കാം. അപ്പം ബാറ്ററി മാത്രമാണ് ഇതിനകത്തെ ചേഞ്ചസ്. അപ്പം നമുക്ക് ഈ ബ്ലേഡ് ബാറ്ററി ആയതുകൊണ്ട് അതിനകത്ത് സെൽസ് മാറ്റിയാൽ മതി, ഫുൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ എത്ര സെല്ലാണ് കംപ്ലൈൻ്റ് ഉള്ള ആ സെല്ല് മാത്രം ഊറ്റി മാറ്റിയാൽ അതാണ് ബ്ലേഡിൻ്റെ പ്രത്യേകത. ബ്ലേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഞ്ചർ സേഫാണ്. നമ്മൾ സാധാ ബാറ്ററീസിനേക്കാളും എക്സ്പ്ലോഷനൊക്കെ കുറവാണ്. കാരണം സാധാ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുട്ടുസൂചി ഒരു സാധനം വെച്ചിട്ട് കുത്തി നോക്കുമ്പോഴത്തേക്കും പൊട്ടുമോ എന്നുള്ളതാണ്. അത് പഞ്ചർ സേഫ്, അതുകൊണ്ട് ഇത് പൊട്ടത്തില്ല. അതാണ് ഇതിനകത്ത് ഈ ടെക്നോളജിക്ക് സേഫ്റ്റി വലിയൊരു കാര്യമാണ്. അപ്പം അതിനകത്ത് ഈ ബാറ്ററി സെൽസായിട്ട് അടുക്കി വെക്കുന്ന ഒരു ബ്ലേഡ് ബൈ ബ്ലേഡായിട്ട് അടുക്കി വെക്കുന്നതാണ് ഈ ബ്ലേഡ് ബാറ്ററി എന്ന് പറയുന്നതിൻ്റെ ആ പേര് വന്നുള്ളൂ. അപ്പോൾ അതിനകത്തെ സെല്ല് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ സെല്ല് മാത്രം എടുത്ത് മാറ്റിയാൽ മതി. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഇത് വണ്ടിയും അതിലേക്ക് എത്തിയിട്ടില്ല, മാറ്റുന്ന സിറ്റുവേഷൻ എത്തിയിട്ടില്ല. എങ്കിലും അത് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ ഫ്യൂച്ചറിൽ ബെറ്റർ ബാറ്ററി ടെക്നോളജി BYD തന്നെ കൊണ്ടുവന്നാൽ പോലും ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഞ്ച് കൂടുതൽ കിട്ടുമായിരിക്കും. ഇതിപ്പം കമ്പനിയുടെ പേരിലാണോ രജിസ്ട്രേഷൻ വന്നത്? ഡിപ്രിസിയേഷൻ്റെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം? നമ്മളിപ്പം ഈ വണ്ടി കമ്പനിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മളൊരു കമ്പനി ആകുമ്പോഴത്തേക്കും അതിനകത്ത് ഇയർലി നമുക്കൊരു ടാക്സ് കൊടുക്കേണ്ടി വരും പ്രോഫിറ്റിൻ്റെ പുറത്ത്. അപ്പം നമുക്ക് കമ്പനിയിലെ അസറ്റ്സ് നമുക്ക് ഡിപ്രീസിയേഷൻ ഒക്കെ കാണിച്ചാണ് നമ്മൾ സാധാരണ ടാക്സ് കുറയ്ക്കുന്നത്, നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പോഴത്തേക്കും സാധാ വെഹിക്കിളിനേക്കാളും കൂടുതൽ ഡിപ്രീസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അറൗണ്ട് 20% ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പോൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വണ്ടിയുടെ വാല്യൂടെ 20% നമ്മൾ ഈ എല്ലാ വർഷവും ഈ ഡിപ്രീസിയേഷൻ അത്രയും രൂപയുടെ ടാക്സ് സേവ് ചെയ്യും. ഇപ്പം നമുക്ക് അത്രയും രൂപ വന്നില്ലേ പോലും അടുത്ത വർഷത്തേക്ക് ഈ ഡിപ്രീസിയേഷൻ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പം അതുകൊണ്ട് ഈ കമ്പനിയുടെ പേരിൽ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട്. ഈ കമ്പനിയുടെ പേരിൽ എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു തോട്ട് പ്രോസസ്സ് വന്നപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാൻ തോന്നിയത്. വണ്ടിയുടെ റീസെയിൽ അപ്പോൾ എല്ലാവരും വളരെ ആൻഷ്യസ് ആയിട്ടിരിക്കുന്ന സംഭവമാണ്. കാരണം ഈ ഇലക്ട്രിക് വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ കയ്യിൽ പെട്ടുപോകുന്നുള്ളത്. അതിൻ്റെ റീസെയിൽ വാല്യൂയെ കുറിച്ച് എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ടോ? ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പം നമുക്ക് യൂട്യൂബിലൊക്കെ ഇതിനെപ്പറ്റി കുറേ അന്വേഷിച്ചിട്ടാണ് വണ്ടിയും അതുപോലെ തന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുന്നതിന് കൂടത്തിൽ നമ്മൾ റീസെയിലും കൂടെ ഒരു കണക്ക് നോക്കിയായിരുന്നു. റീസെയിൽ
നോക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു വാല്യുവേഷൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റായിട്ട് വാല്യൂ ചെയ്യുന്ന ബാറ്ററിക്ക് ഒരു വാല്യൂ, വണ്ടിക്ക് വേറൊരു വാല്യൂ. വണ്ടിയുടെ ഇയേഴ്സും നോക്കും, ബാറ്ററിയുടെ യൂസേജും നോക്കും. അപ്പോൾ ബാറ്ററി യൂസേജ് അനുസരിച്ചുള്ള വാല്യൂ കാണും. അതിൻ്റെ കൂടെ വണ്ടിയുടെ സാധാ വണ്ടി എടുക്കുന്ന പോലെ വണ്ടിയുടെ യൂസേജ് അനുസരിച്ചുള്ള വാല്യൂയും കൂടെ എടുക്കും. അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് നമ്മുടെ ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വാല്യൂ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റേണ്ടതാണ്. സാധാ വണ്ടിനേക്കാളും നമുക്ക് എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടെന്നൊരു കണക്കുണ്ട്. അത് സാധാ വണ്ടി ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് വ്യത്യാസം. പിന്നെ നമുക്ക് ഈ വണ്ടിക്കകത്ത് കീ വെച്ചിട്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം വണ്ടി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്ലാസ് മൊത്തത്തിൽ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഗ്ലാസ് നമുക്ക് ക്ലോസ് ചെയ്യാം. അത് വേണമെങ്കിൽ പകുതിക്ക് ക്ലോസ് ചെയ്യാം. ഫുള്ള് വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ക്ലോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാം. അതുപോലെ തന്നെ വണ്ടി കയറുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അകത്ത് പൂൾ ചെയ്തോളും. അപ്പം അതിൻ്റെ ഫീച്ചറുണ്ട്. പിന്നെ ഡബിൾ ടാപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ആയിക്കോളും. അതുകൊണ്ട് ഇത് ഇത്രയാണ് നമുക്ക് കീയിലുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ NFC കാർഡും കൂടെ തന്നിട്ടുണ്ട്. കീ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ NFC കാർഡ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി NFC ടാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആവും. അതുപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുള്ളത് വാലറ്റ് വെച്ചാൽ മതി. വാലറ്റ് വെച്ചിട്ട് ബേസിക്കലി ക്ലോസ് ആയി. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടും കീയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ വണ്ടി കീ സെൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ടായി, വണ്ടി സ്റ്റാർട്ടാണ്. അപ്പം അങ്ങനെ വേണമല്ലോ ഓടിക്കാം. അതാണ് ഇതിനകത്ത് ഉള്ളത്. സോ നമ്മളിപ്പോൾ ഇൻറ്റീരിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ എൻ്റെ കണ്ണുടക്കുന്നത് നമ്മുടെ 12.8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്കാണ്. എടുത്ത് ചോദിക്കേണ്ട ഒരു എല്ലാവരും നമ്മൾ കമൻസിലൂടെ ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഈ വണ്ടിയുടെ AC കൺട്രോളിൻ്റെ സ്വിച്ചസ് അല്ലെങ്കിൽ ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം ഇതിൻ്റെ അകത്താണ്, ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ് വരുന്നത്. ഫിസിക്കൽ കീ ആയിട്ടെന്ന് പറയുന്ന ഓൺ ഓഫ് മാത്രമേ ഉള്ളൂ. അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്? നമുക്ക് ആക്ച്വലി ഓൺ ഓഫ് മാത്രമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമുക്ക് ഈ 12.5 ഈ പറയുന്ന ഡിസ്പ്ലേ തന്നെ ഇത് കൺട്രോൾ ചെയ്യാം. 4 വിരൽ വെച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതായി സ്പീഡായി. ടെമ്പറേച്ചർ ഇങ്ങനെ വലിച്ചാൽ അതേ ഉള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ സ്വിച്ചിലേക്ക് തപ്പി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇത് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന നമുക്ക് ഈ സ്വിച്ച് ഉള്ളത് തന്നെ ഈ പറയുന്ന വിൻഷീൽഡിന്റെ ഇത് ചെയ്യുന്നതിനകത്ത് ഒരു എക്സ്ട്രാ സ്വിച്ച് ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അത് ആയിക്കോളും. അപ്പൊ നമുക്ക് അതിന് നമ്മൾ തപ്പി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പം അതാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. സീറ്റ് വെന്റിലേഷനും നമുക്ക് ഈ പറയുന്ന ഇതിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതെല്ലാം വോയിസ് കമാൻഡ് ഉണ്ട്. ഇതിനെല്ലാം വോയിസ് കമാൻഡ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ വോയിസ് കമാൻഡ് വെച്ച് സൺറൂഫ് എല്ലാം തുറക്കാം, ഗ്ലാസ് തുറക്കാം. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ. ഇപ്പം ഗ്ലാസ് ആണെങ്കിലും മഴ പെയ്യുവാണെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ നമ്മളോട് ചോദിക്കും ഇറ്റ്സ് റെയിനിങ് ഔട്ട് സൈഡ്, ഡു യു റിയലി വാണ്ട് ടു ഓപ്പൺ ദ വിൻഡോ. ഇതിപ്പം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് വെച്ച് ചോദിക്കാം ഓപ്പൺ ദ വിൻഡോ. എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ക്ലോസ് ദ വിൻഡോ. അതുപോലെ തന്നെ ഓഡിയോ വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് നമുക്ക് വേറെ പേര് വേണമെങ്കിൽ ഇടാം. IBYD ആണ് ഇവിടെ ഉള്ള ബേസിക് സാധനം. അപ്പോൾ അത് ഓണാക്കി അല്ലെങ്കിൽ വേറെ പേര് വേണമെങ്കിൽ ഇടാം, എന്ത് പേര് വേണമെങ്കിലും ഇടാം. IBYD ക്ലോസ് സൺഷെയ്ഡ്. അപ്പം സൺഷെയ്ഡ് ക്ലോസ് ആവും. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ വിൻഡോ ഓപ്പൺ ആണ്. IBYD ഓപ്പൺ പാസഞ്ചർ വിൻഡോ. IBYD അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെക്കഗ്നൈസ് ചെയ്യും എന്നതാണുള്ളത്. അപ്പം ഒന്ന് കൃഷി ഒന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. IBYD ക്ലോസ് വിൻഡോ. അതെ അതെ. ഓക്കെ, നൈസ്. അപ്പോൾ ഞാനിടുന്ന ആ ഒരു പൊസിഷൻ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വിൻഡോ ഓപ്പണും ക്ലോസും ആയിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്പീഡിൽ പോകുകയാണെങ്കിൽ ഇത് പറയും ഇറ്റ്സ് ഗോയിങ് ഫാസ്റ്റ്, യു റിയലി വാണ്ട് ടു ഓപ്പൺ ദ വിൻഡോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ സറൗണ്ടിങ് മഴ കണ്ട് അതൊക്കെ നോക്കി പറയും. ശരി. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്കിപ്പം സീറ്റ് വെന്റിലേഷന്, അതുപോലെ തന്നെ നമ്മുടെ വയർലെസ് ചാർജിങ്, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു വുഡൻ ക്വാളിറ്റിയും മൊത്തത്തിലുള്ള പ്ലാസ്റ്റിക്
പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒക്കെ? നമുക്ക് പ്ലാസ്റ്റിക് ക്വാളിറ്റി എല്ലാം ടോപ്പ് നോച്ച് ആണ്. നമുക്ക് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെ വുഡൻ ക്വാളിറ്റി ആണെങ്കിലും നമുക്കൊരു പ്രീമിയംനെസ് ഉണ്ട്. ഈ മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്ത ഇതാണെങ്കിലും എല്ലാം പ്രീമിയം ഫീൽ തരുന്നുണ്ട്. അപ്പം അതിന് കുറവൊന്നുമില്ല. സീറ്റിംഗ് ആണെങ്കിലും എല്ലാം പ്രീമിയം ഫീൽ തരുന്നുണ്ട്. വാട്ട് അബൌട്ട് ദ ക്യാബിൻ സ്പേസ്? ഇതുപോലുള്ള നമ്മളെ ഗ്ലൗ ബോക്സും അതുപോലെ തന്നെ ഡോർ സൈഡ് സ്പേസസും ഒക്കെ അത്യാവശ്യമുണ്ട്. പക്ഷേ ബാക്കി വണ്ടിക്ക് കൊടുക്കുന്ന പോലെ അടിയിലും ഒരു സ്പേസ് കൊടുക്കായിരുന്നു, അത് കൊടുത്തിരുന്നില്ല. നമുക്ക് ഈ വയർലെസ് ചാർജിങ് ഒരു സൈഡിലേ ഉള്ളൂ, മറ്റേ സൈഡിലില്ല. പക്ഷേ നമ്മൾ ഇത് പുതിയ ഈ C-Line 7 ഒക്കെ ആണെങ്കിൽ ഇവിടെ ഒരു വെന്റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വയർലെസ് ചാർജിങ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബേസിക്കലി ഈ പറയുന്ന ഈ ചൂടാവും, ഫോൺ ചൂടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് കുറഞ്ഞ പതിയെ കയറത്തുള്ളൂ, പക്ഷേ അത്യാവശ്യം സ്പീഡിൽ കയറും, പക്ഷേ ഫോൺ ചൂടാവും. അത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ വയർലെസ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പോൾ പുതിയ വേർഷനിലൊക്കെ C-Line വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതിന് വരുമെന്ന് അറിയത്തില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡോർ സൈഡിൽ നമുക്ക് 1 ലിറ്ററിന്റെ ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിൻഡ്ഷീൽഡ് വിസിബിലിറ്റി എങ്ങനെയുണ്ട്? വിസിബിലിറ്റി അത്യാവശ്യമുണ്ട്. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഫോർച്യൂണർ യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അടുത്താണ് വന്ന് നിൽക്കുന്നത്. ഇത് കുറച്ച് ലെങ്ത് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡെഡ് സ്പേസ് ആയിട്ടുള്ള ഒരു ഫീൽ വരുന്നുണ്ട്. അതിപ്പോൾ MG Windsor ഒക്കെ ആണെങ്കിലും അതിനകത്ത് ഒരു വിഷയം ഏതാണ്, നമ്മളിങ്ങനെ ടേണിംഗ് എടുക്കുമ്പോൾ ഈ വ്യൂ പോയിന്റ് കുറച്ച് കിട്ടാത്ത ഒരു ഫീൽ വരും. പക്ഷേ നമ്മൾ കുറച്ച് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ എന്നാലും ചെറിയൊരു അവിടെ ഒരു പോരായ്മ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന ബ്ലൈൻഡ് സ്പോട്ട് പറയുമ്പോഴത്തേക്കും ഈ രണ്ട് സൈഡിലും ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഉണ്ട്. ഇതിൽ വണ്ടി വരുമ്പോഴത്തേക്കും മഴയാണെങ്കിലും അങ്ങേയറ്റത്തെയും ലൈറ്റ് കത്തും വണ്ടി വരുന്നതാണ്. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടായിട്ട് നമ്മൾ കാണാതെ വണ്ടി വരുവാണെങ്കിൽ ആ ലൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമ്മളിപ്പം സെൻട്രൽ പോർഷനിൽ വന്നിരിക്കുകയാണ്. അപ്പം AC യെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. നമുക്ക് ഫ്രണ്ടിലെ AC യെ കുറിച്ച് ഞാൻ ഫീൽ ചെയ്തു, എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഈ ഒരു മിഡ് പോർഷനിലും അതുപോലെ തന്നെ റിയർ ഏരിയയിലുമുള്ള ആ ഒരു കൂളിംഗിന്റെ എങ്ങനെയാണ് അതിന്റെ? AC അവിടെ തന്നെ കൺട്രോൾ ചെയ്യാം. അല്ലെ തന്നെ ഇവിടെ നമുക്ക് ബട്ടൺ ഉണ്ട്. ഇത് വെച്ചിട്ട് ഇത് സെപ്പറേറ്റ് ഒരു ഏരിയ ആണ്. ഈ രണ്ട് സാധനവും ഈ പറയുന്ന കൺസോൾ വെച്ചിട്ട് ഇന്നോവ പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ കോർണർ സൈഡിലാണ് AC വരുന്നത്, അവിടെയും കോർണറിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ആ AC-യുടെ കാര്യത്തിൽ അങ്ങനെയാണ്. പിന്നെ 2 ചാർജിങ് പോർട്ട് ഉണ്ട്, C ടൈപ്പും ഉണ്ട്, B ടൈപ്പും ഉണ്ട്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കുഷ്യനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല ക്വാളിറ്റി, അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ, ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇതിനകത്ത് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ട് നല്ല SUV ടൈപ്പ് കുറച്ച് പൊക്കം കൂടിയ വണ്ടി, ഇത് അത്രയും പൊക്കം ഇല്ല കമ്പാരിറ്റീവ്ലി. നമ്മളിപ്പം XUV500 ആണെങ്കിലും ഈ പറയുന്ന ഫോർച്യൂണർ ആണ്, അതിനെല്ലാം ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. ഇത് ഓടിക്കുമ്പോഴേ ഹൈറ്റ് അത്രയും തോന്നിക്കത്തില്ല എന്നൊരു കുഴപ്പമുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് ബാറ്ററി താഴെ ആയതുകൊണ്ട് നമുക്ക് ലെഗ് റൂം കുറച്ച് കുറവാണ്. ലെഗ് റൂം ഉണ്ട്, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ തൈ സപ്പോർട്ട് കുറച്ചും കൂടെ കിട്ടാത്തതിന്റെ കുറവ് തോന്നും. മറ്റേത് പക്ക സീറ്റിലിരിക്കുന്ന ഒരു ഫീൽ വരും, ഒരു താഴെ വരെ കാലെത്തും, ഇത് തട്ടി നിൽക്കും. അപ്പം അതിപ്പോ എല്ലാ വണ്ടിക്കാണേലും ഏകദേശം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മുടെ ഇലക്ട്രിക് നമ്മൾ നോക്കിയതിനകത്ത്. പക്ഷെ അത് ആദ്യം നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൽ ഇരിക്കുന്നതിന്റെ ഒരു വ്യത്യാസം തോന്നുന്നേ ഉള്ളൂ, ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള. പിന്നീട് നമ്മളത് ഓക്കെ അല്ല, നമ്മൾ സാധാ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് കയറുമ്പോഴത്തേക്ക് ഇത് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. പക്ഷെ അത്രയും ഹൈറ്റുള്ള വണ്ടി താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മളത് സുഖമായിട്ടിരുന്ന് പോയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട്, ചെറിയൊരു വേരിയേഷൻ. ഓക്കെ, നമുക്ക് അറിയാം, നമുക്കിപ്പോൾ ഡോണിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 6 അടി പൊക്കത്തിനടുത്ത് തന്നെ ഉണ്ട്, 6 അടി ഉണ്ടെന്ന് തോന്നുന്നില്ലേ? അപ്പൊ ഇത്രയും പൊക്കമുള്ള ആളാണ്. അപ്പം ഹെഡ് റൂം എങ്ങനെ തോന്നിയിട്ടുണ്ട്? അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട്. റിയർ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്, റിയർ സീറ്റിലും ഉണ്ട്, അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട്. നമുക്ക് സുഖമായിട്ട് അത്യാവശ്യം ഒരു ലോങ് ജേണിക്കൊക്കെ ഇരിക്കാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഇന്നോവ തന്നെയാണ്. അപ്പം ഇന്നോവയിൽ ഇരിക്കുന്നതാണോ സുഖം, ഇതിനകത്തിരിക്കുന്നതാണോ സുഖം? ഇന്നോവയിൽ കുറച്ചും കൂടെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട്. അപ്പം അതിനകത്തും ഈ ലെഗ് റൂം അത്യാവശ്യമുണ്ട്. കാരണം നമ്മുടെ ഇത് ഫുള്ളി അടി ബാറ്ററി ഇരിക്കുന്നുണ്ട്, മറ്റേത് ഇന്നോവയുടെ പുറകിലാണ് ബാറ്ററി വെച്ചേക്കുന്നത്. അപ്പം അത്യാവശ്യമുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ബാക്കിൽ സീറ്റ് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ സ്പേസ് ഉണ്ട് നമുക്ക് ലഗേജ് വെക്കാൻ. അത് അത്ര സ്പേസ് നമ്മുടെ XUV500 ഇല്ല. അപ്പം അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നതിനകത്ത് ഗുണം എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിന്റെ കാലിന്റെ അടിയിലേക്ക് സാധാ വണ്ടിയുടെ ഫ്രണ്ടില് AC വെന്റ് വരുമല്ലോ, അത് തന്നെ ഈ സീറ്റിന്റെ അടിയിൽ കാല കയറ്റി വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഇവിടെ ഒരു സീറ്റ് വെന്റ് ഉണ്ട്. B6-ലൊക്കെ ഉള്ള പോലെ തന്നെ ഉള്ള വെന്റിലേഷൻ സീറ്റിന്റെ അടിയിൽ തന്നെ. ഓക്കെ, നമുക്കിത് അറിയാം, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഫ്രണ്ടിലൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് ഒരു ഇൻക്ലിനേഷൻ ഇത് ചെയ്യാൻ പറ്റും അല്ലേ? ഏകദേശം മാക്സിമം ഇൻക്ലിനേഷൻ ആണ്. കുറച്ചും കൂടെ നമ്മളെ സംബന്ധിച്ച് എല്ലാം ഏകദേശം ഇത്രേ ഉള്ളൂ. അതായത് നമുക്ക് ആ വണ്ടിയൊക്കെ ഫ്രണ്ടിൽ എടുക്കുന്നതിനേക്കാളും അത്രയും കുറച്ചും കൂടെ കിട്ടിയിരുന്നത് നല്ലതാണെന്നുള്ളതാണ് തോന്നിയിട്ടുണ്ട്. ഇത്രയാണ് ഉള്ളത്.
ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലോങ് ജേർണി പോയിട്ടുള്ള എവിടെയാണ്? നമ്മൾ ലോങ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ പോയേക്കുന്നത്. ആ ഒരു പോയ സമയത്ത് 100% ചാർജ്ഡ് ആയിട്ടാണോ പോയത്? നമ്മൾ പക്ഷേ കാസർഗോഡ് പോയപ്പോൾ പലയിടത്ത് സ്റ്റോപ്പ് പോയിന്റ് എടുത്തിട്ടാണ് പോയത്, പല വഴി കൂടെയാണ് പോയത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയപ്പം ആക്ച്വലി നേരിട്ട് 100% പോകാം. അപ്പം കാസർഗോഡിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്പാരിറ്റീവ്ലി ചാർജിങ് സ്റ്റേഷൻ കുറച്ച് കുറവാണ്. അപ്പം നമുക്ക് കട്ടപ്പനയിലൊക്കെ പോകണമെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അവിടെ ആ ഏരിയയിലാണ് കുറച്ച് കുറവ്. നമ്മൾ കുറേ തപ്പിയിട്ടാണ് പോയത്. അതുകൊണ്ട് നമുക്കൊരു റേഞ്ച് ആങ്സൈറ്റിയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയി ചാർജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തലശ്ശേരി പോയി ഫുൾ ചാർജ് അടിച്ചിട്ടാണ് കയറിയത്. പക്ഷേ നമ്മൾ അവിടെ മൊത്തത്തിൽ നിന്നു, മൊത്തം കഴിഞ്ഞ് വരായിരുന്നു. നമുക്ക് പിന്നെ അവിടെ കുറച്ചധികം 1 വീക്ക് 3-4-5 ഡേയ്സ് നിന്നായിരുന്നു. പല പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് വെഡിങ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പ്രോഗ്രാമായിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് നമ്മളൊരു ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് അവിടെ പോയി കുറച്ച് ചാർജ് ചെയ്തു. മൊത്തം ചാർജ് ചെയ്തില്ല, കാരണം നമുക്ക് താഴെ വന്നിട്ട് ചാർജ് ചെയ്താൽ മതി എന്നായിരുന്നു. അപ്പം അവിടെ ചാർജ് ചെയ്ത് ടൈം എടുക്കുവേ, അത് കുറച്ചും കൂടെ സ്ലോ ചാർജ് ആയിരുന്നു അവിടെ. ഒരു അങ്ങനെ ഒരു ഈ പറയുന്ന 180 വരെ വരത്തില്ല, 115 വരെ എടുക്കും. അപ്പം നമ്മൾ അവിടെ ചെയ്ത 180 അല്ല 120 ആയിരുന്നു, മാറിപ്പോയി. അപ്പോൾ 120 ആയിരുന്നു, 115 വരെ കൺസ്യൂം ചെയ്യുന്നു. പക്ഷേ എല്ലാ ടൈമും 120-115 എടുക്കത്തില്ല. അപ്പോൾ നമുക്ക് 20 to 80 ആണ് മാക്സിമം, 110 മാക്സിമം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടി. അപ്പോൾ അത് അല്ലാതെ ബാക്കിയൊക്കെ കുറച്ച് വേരി ചെയ്യും. നമ്മുടെ വണ്ടിയുടെ ചാർജ് കൂടുതൽ കയറുമ്പോഴത്തേക്കും വണ്ടി ചൂടാവും. അപ്പം ഈ വെന്റിലേഷൻ വണ്ടിക്കും കൊടുത്തിട്ടുണ്ട്, ബാറ്ററിക്ക്. അപ്പം ആ ബാറ്ററി കൂൾ ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ അതനുസരിച്ച് കയറ്റുകയോ ഇറക്കുകയൊക്കെ ചെയ്യും ഈ ചാർജ്. അപ്പോൾ പക്ഷേ നമുക്ക് നമ്മൾ 7% നിന്ന് 100 വരെയൊക്കെ ആക്കിയായിരുന്നു, 7%. അപ്പം നമുക്ക് അതുകൊണ്ട് 1 hourന്റെ താഴെ എത്തിയിട്ടുള്ളൂ. ശരി. ഇപ്പം ഹോം പർപ്പസ് ചാർജർ 7 kilowatt ചാർജറാണ് ഇതിൻ്റെ കൂടെ നമുക്ക് വണ്ടിയുടെ കിട്ടുന്നുണ്ടല്ലേ? അപ്പോൾ ഈ ഇത് കിട്ടുന്ന സമയത്ത് ഏകദേശം 10 മണിക്കൂറാണെന്ന് പറയുന്നത്. എത്ര മണിക്കൂർ എടുക്കും വീട്ടിൽ? സെയിം 10 മണിക്കൂറാണ്. കാരണം നമുക്കിവിടെ 7.2 കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് അറൗണ്ട് 6-9-6-7 അടുത്ത് കിട്ടുന്നുണ്ട്. അപ്പം അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 71.2 kilowatt ആണ് ബാറ്ററി. അപ്പോൾ അതിനകത്ത് എന്തോ കണക്കൂട്ടി നോക്കി കഴിഞ്ഞാൽ അറൗണ്ട് 10 hours 11 hours എടുക്കും. അപ്പോൾ അത് തന്നെ കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് BYDയുടെ ബാറ്ററിയെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കാരണം BYD എന്ന് പറയുന്നത് തന്നെ ഇപ്പം പ്രത്യേകിച്ച് യൂറോപ്യൻസ് വരെ BYDയുടെ വണ്ടി എടുക്കാൻ തുടങ്ങി. കാരണം അത്രയും പ്രത്യേകിച്ച് യൂറോപ്യൻ സ്റ്റഡി ചെയ്യാതെ ഒരു കാര്യം ചെയ്യാത്ത ആൾക്കാരാണ് അവരെടുക്കുക. അപ്പം മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ടെസ്ല പോലുള്ള വണ്ടികൾ വരെ BYDയുടെ ബ്ലേഡ് ബാറ്ററി മേടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും ഈ BYDയുടെ ബാറ്ററി വരുമ്പോൾ പോലും നമുക്ക് ഈ കൊടുക്കുന്ന EMAX 7 വാറണ്ടിയെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. കാരണം ഇതിൻ്റെ ബാറ്ററി വാറണ്ടി അവർ പറയുന്നത് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. അതല്ലാത്ത പക്ഷം ബാറ്ററി കൺട്രോൾസിന് 1,50,000 കിലോമീറ്റർ വരെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബാറ്ററി, കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്ററുള്ള വെൻസർ EV എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയും കൂടെയാണ്. അപ്പോൾ അതിന് കൊടുക്കുന്നത് അൺലിമിറ്റഡ് വാറണ്ടിയാണ് എന്ന് പറഞ്ഞാണ് അവർ ഏറ്റവും വലിയ പരസ്യം. അങ്ങനെ കമ്പാരിസൺ നോക്കുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്? ഇല്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാസ് ടെക്നോളജി, അപ്പോൾ ബാറ്ററി ആസ് എ സർവീസ് യൂസ് ചെയ്യുകയാണെങ്കിലാണ് ഇവർ പറയുന്ന സംഭവമൊക്കെ ഉള്ളത്. അപ്പം അൺലിമിറ്റഡ് വാറണ്ടി ഒക്കെ ഇനീഷ്യലി സെയിൽസ് ആണ് അവർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം അതിനകത്ത് എന്തൊക്കെ വേരിയേഷൻസ് പറയുന്നുണ്ട്, എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. അത് സെക്കൻഡ് ഓണർ വരുമ്പോൾ 80 years ഇത്ര കിലോമീറ്റർ, അത് സെക്കൻഡ് ഓണറിന്റെ കേസിൽ. ഓക്കെ, അതല്ലാതെയുള്ള നമ്മുടെ വാറണ്ടിയിൽ സാറ്റിസ്ഫൈഡ്. ഇവർ എക്സ്റ്റൻഡഡ് വാറണ്ടി നമുക്ക് തന്നിട്ടുണ്ട്, കുറച്ച് എക്സ്ട്രാ പേ ചെയ്യണം. അപ്പം നമ്മളത് ചൂസ് ചെയ്തില്ല. കാരണം നമുക്ക് ഈ പറയുന്ന ബാറ്ററി നമ്മുടെ 8 വർഷമൊക്കെ കഴിയുമ്പം ബാറ്ററി ഇന്നോവേഷൻ നടന്നുകൊണ്ടിരിക്കുക, അടുത്ത പുതിയ ബാറ്ററി വരും. അപ്പോഴത്തേക്കും ബാറ്ററി മാറ്റിയാൽ മതി. ഇപ്പം BYD ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ടെസ്ല കഴിഞ്ഞ് മാർക്കറ്റിൽ കടന്ന് ഈ പറയുന്ന ഇലക്ട്രിക് വണ്ടിയിൽ ഏറ്റവും ബെസ്റ്റ് കൂടുതൽ സെയിലാവുന്ന വണ്ടി BYD തന്നെയാണ്. സോ സസ്പെൻഷനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. കാരണം സസ്പെൻഷൻ മൾട്ടിലിങ്ക് സസ്പെൻഷൻ ആണ് വരുന്നത്. എങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ട്? നമ്മൾ കമ്പാരിറ്റീവ് നമ്മൾ വേറെ വണ്ടികളിൽ ഓടിക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു വ്യത്യാസം. അതിൽ നിന്ന് ഇത് വരുമ്പോൾ അത്രയും അറിയത്തില്ല. അപ്പം ഈ നമ്മളിപ്പം ബാക്കി വണ്ടികളെക്കാളും കുറച്ചും കൂടെ സസ്പെൻഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫോർച്യൂണറിൽ ഏകദേശം സിമിലർ സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. റിയർ സീറ്റിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യും? റിയർ സീറ്റിലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നമുക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ട് നിൽക്കാം. നമ്മുടെ ഈ ബൂട്ട് സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സീറ്റ് വെച്ചുകൊണ്ട് തന്നെ 180 ലിറ്റർ ആണ് വരിക. അതല്ലാതെയാണ് 560 ലിറ്റർ ആണ് വരിക. എപ്പോഴേലും ഈ സീറ്റ് ഡൗൺ ചെയ്ത സാധനങ്ങളൊക്കെ കയറ്റി പോകും. 2 രീതിയിൽ നമ്മൾ പോയിട്ടുണ്ട്. ഫുൾ സീറ്റ് ഇട്ടിട്ട് മാക്സിമം ബാക്കിൽ ബൂട്ടിൽ നിറച്ച് പോയിട്ടുണ്ട്, അതല്ലാതെ മറച്ച് വെച്ചിട്ടും പോയിട്ടുണ്ട്.
കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ മാക്സിമം കൊണ്ടുപോയിട്ടില്ല, അത്യാവശ്യം ലഗേജ് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് ഇന്നോവ പോലെയൊക്കെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ആ ഒരു അത്രയും ലഗേജ് കപ്പാസിറ്റി തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓൾ റൈറ്റ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കേസ്, ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആണ് വരിക. ഇത്ര mm ഉള്ള ആ ഒരു വണ്ടി, കാരണം 170 എന്ന് പറയുമ്പോൾ ഒരു ഒത്തിരി വലിയ കൂടുതലും അല്ല ഒത്തിരി കുറവും അല്ലാത്തൊരു സെക്ഷൻ, മിഡ് റേഞ്ച് നിൽക്കുന്നത്. എപ്പോഴേലും ഈ കട്ടപ്പന പോലുള്ള ഹിൽ ഏരിയയിൽ പോയപ്പോൾ അടി ഇടിച്ചിട്ടുണ്ടോ? നമുക്ക് അടി ഇടിക്കുന്ന അത്ര നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമുക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ലിപ്പ് കുറച്ച് ഇറങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും ഒരു ഹില്ലി ആയിട്ട് നിൽക്കുവാണെങ്കിൽ ലിപ്പ് പോയി തട്ടും. അവിടെ അങ്ങനെ തട്ടാറുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അടിയിൽ എന്തെങ്കിലും നമുക്ക് അറിയത്തില്ല, അടി തൊട്ട് താഴെയാണ് പക്ഷേ പുറമേ കാണത്തില്ല, പക്ഷേ ലിപ്പ് ഇടിക്കുന്ന പ്രോബ്ലം ഉണ്ട്. അപ്പം അതാണ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ മെയിൻ പ്രോബ്ലം ആയിട്ട് തോന്നിയത്. അല്ലാതെ ഭയങ്കര ഇഷ്യൂസ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അങ്ങനെ നമുക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല. കാരണം വണ്ടിയുടെ ഒരു ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സലന്റ് ആണ്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ആ ലിപ്പിന്റെ ഒക്കെ ഒരു വലിയ അഴക് തന്നെയാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ 360 ക്യാമറ. ഇപ്പം പപ്പ ഒരു നോക്കുന്ന ആ ഒരു അതിന്റെ ക്വാളിറ്റി തന്നെ ഭയങ്കര സ്റ്റൈലാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. നൈസ്. ഓക്കെ, സോ 360 ക്യാമറ അതിൻ്റെ ഒക്കെ എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ? 360 ക്യാമറ നമ്മുടെ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ടോണ്ടിരിക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ആണ്, നമുക്കിപ്പം സ്റ്റിയറിംഗിൽ തന്നെ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓപ്പൺ ആവുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ട്രാഫിക് നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. അതൊരു ബെനിഫിറ്റ് ഉണ്ട് 360 ക്യാമറയുടെ. പക്ഷേ ഇവർ എല്ലാ സൈഡിലെയും ഈ ക്യാമറ വിഷ്വൽസ് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെറിയൊരു വേരിയേഷൻ ഈ രണ്ടെണ്ണത്തിനും ജോയിന്റിൽ നമുക്കൊരു ചെറിയൊരു ഡൗട്ട് വരും. പക്ഷെ അതില്ലാത്തതാണ്, നമുക്കത് ചെറിയൊരു വേരിയേഷൻ വരും. ഇത് അവിടുത്തെ വിഷ്വൽസ് ഇവിടുത്തെ വിഷ്വൽസും കൂടെ ജോയിൻ ആവുന്നുണ്ടേ അത് കറക്റ്റ് ആയിട്ട് തട്ടില്ലയോ എന്നൊന്നും ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷെ അങ്ങനെ തോന്നൽ മാത്രമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം മ്യൂസിക് സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു കംപ്ലൈൻറ്റ്, കാരണം നമ്മുടെ ഒരു മലയാളത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ് എത്രത്തോളം ഗുണമുണ്ടെന്ന് മാത്രം അവർ സ്റ്റഡി ചെയ്യില്ല. അവരെന്താണ് പോരായ്മയെന്നാണ് അവരുടെ നോട്ടം. അങ്ങനെ ഒരു പോരായ്മയിൽ ഒരു കമന്റ് കണ്ടാണ് ഇതിന് സബ് വൂഫർ ഇല്ലല്ലോ എന്നുള്ളത്. അതൊരു പോരായ്മയായിട്ട് തോന്നുന്നു. നമുക്ക് സബ് വൂഫറിന്റെ കേസ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അത്രയും പ്രോബ്ലം ആയിട്ട്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഈ വോളിയം പോലും നമുക്ക് 40 വരെ പോകത്തുള്ളൂ. മൊത്തം 100% അല്ല കാണിക്കുന്നത്. അപ്പം ഇത് വണ്ടി തന്നെ പറയുന്നുണ്ട് ഇതിന് 100% ഉണ്ട്, 40 കേട്ടാൽ മതി. ഓക്കെ, പക്ഷേ 40 തന്നെ അത്യാവശ്യം വോളിയം ഉണ്ട്. അപ്പം നമ്മൾ മറ്റേ വണ്ടിയൊക്കെ 100 ഒന്നും വെക്കാൻ പറ്റത്തില്ല. അത് അത്യാവശ്യം നല്ലൊരു ഇതുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല മെലഡീസ് ആണ്, ക്വാളിറ്റി ഒക്കെ കുഴപ്പമില്ല. പിന്നെ ഇതൊരു പ്രത്യേകം ബ്രാൻഡ് ഒന്നും പറയുന്നില്ല ഏത് സ്പീക്കറാന്നുള്ളത്. അത് ഇവിടെ കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷേ സ്പീക്കർ സിസ്റ്റം വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു വോയിസും നല്ല പാട്ടും കേൾക്കാം. അറിയാം, നമുക്കിപ്പം ഇത് മൂൺ റൂഫാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ അത് ഇത് തുറന്നിട്ട് പോകുന്ന സമയത്ത് എപ്പോഴും ചൂടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഇതെല്ലാം ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണോ ഫിലിം ഒട്ടിച്ചത്? എന്താണ് ഫിലിം ഒട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് നമ്മളിപ്പം സാധാരണ ബാക്കി വണ്ടിയിലൊക്കെ ഓടുമ്പോഴത്തേക്ക് അത്യാവശ്യം സൺലൈറ്റ് കയ്യിലായിരിക്കും കുറച്ച് ചൂടായിരുന്നേ. മുകളിൽ നമ്മൾ ചെയ്തപ്പോൾ ഇത് ചെയ്തതാണ്. കാരണം ഈ കുറച്ചും കൂടെ ചൂട് കുറഞ്ഞു കിട്ടും എന്നുള്ളത്. പക്ഷേ നമുക്ക് ചൂട് ഓൾറെഡി അത്യാവശ്യം ഉണ്ട്, പക്ഷേ അത്രയും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം ചൂട് ഇത് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തപ്പോൾ സൈഡ് എന്തായാലും വേണമായിരുന്നു. ബ്ലാക്ക് ആയതുകൊണ്ട് നേരത്തെ ഒരു ട്രാൻസ്പെറന്റ് വ്യൂ ആയിരുന്നു. വണ്ടിയുടെ ലുക്ക് തന്നെ മാറി കൂളിംഗ് ഫിലിം ഇട്ടപ്പോഴത്തേക്കും. മുകളിലും ചെയ്തത് ഇത് കൂടുതൽ സണ്ണി ആണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് ഓടിക്കാനായിട്ട് വേണ്ടിയാണ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ചൂട് ചെറിയൊരു സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ ചൂട് കാണും, പക്ഷെ അത് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഈ വണ്ടി എടുത്ത സമയത്ത് ഏതൊക്കെ കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു? ബ്ലാക്ക് തന്നെയാണോ ചോദിച്ചത്? നമുക്ക് വൈറ്റ് ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ കൈൻഡ് ഓഫ് സംഭവം ഉണ്ടായിരുന്നു, ഐവറി പോലെ. അപ്പം അങ്ങനെ 2-3 വേരിയേഷൻ തോന്നുന്നു. നമുക്ക് ബ്ലാക്ക് ആയിരുന്നു താല്പര്യം. ഇപ്പോൾ ഡോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ നൈറ്റ് ടൈമിലൊക്കെ തിരിച്ചു വരാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഈ ഹെഡ്ലൈറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പം ചിലവർ പറയുന്ന വണ്ടിക്ക് ഓട്ടോ ഡിമ്മിങ് ഹെഡ്ലൈറ്റ് ഇല്ല. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചൊക്കെ? നമ്മൾ ഫസ്റ്റ് വണ്ടി ഇറക്കി ചെന്നപ്പോഴത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കണ്ടില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ വഴി പോകുമ്പോഴത്തേക്ക് ഹെഡ്ലൈറ്റ് കുറച്ച് താന്നു പോയോ, ഹെഡ്ലൈറ്റ് ഇഷ്യൂ ആണോ എന്നൊരു ഫീൽ വന്നായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും സർവീസ് സെന്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഹെഡ്ലൈറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഹെഡ്ലൈറ്റ് കിട്ടുന്നുണ്ട്. ഈ ഓട്ടോ അഡ്ജസ്റ്റഡ് ആണ് നമുക്ക്, പക്ഷേ അത് ഒരു മോഡലിട്ടാൽ മാത്രമേ അത് നമുക്ക് ഫീൽ ചെയ്യാം. ടേണിംഗ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഹൈ ബീം ആവത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അത് അത്യാവശ്യം കുറച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു ഫീൽ ആയിട്ട് തോന്നിയില്ല പ്രോബ്ലം ആയിട്ട്. ഈ വണ്ടിക്ക് 3 മോഡ്സ് ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇക്കോ, നോർമൽ, സ്പോർട്സ് അല്ലേ? അതിന്റെ കൂടത്തെ ഒരു ട്രാക്ഷൻ ആണെന്ന് തോന്നുന്നു. നമുക്കത് ഫീൽ എന്താ സംഭവം നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല. വണ്ടി ഹിൽ ഡിസെൻഡിന്റെ ഒരു ഐക്കൺ മാത്രമേ ഉള്ളൂ, മോഡൽ പേരൊന്നും കിടപ്പില്ല. അറിയാം. നമുക്ക് ഈ ഒരു വണ്ടിയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ടു ലോഡ് എന്ന് പറയും, V2L. അപ്പോൾ ഈ വെഹിക്കിൾ ടു ലോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഉപയോഗിച്ച് നമുക്ക് ഇപ്പം ഒരു മ്യൂസിഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ
ആൾക്കാർക്കാണ് ഗിറ്റാർ ചാർജ് ചെയ്യാം, ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാം. അതിനെക്കുറിച്ച് നേരത്തെ ബോധവാനായിരുന്നു? അതെ, നമുക്ക് അതിനെപ്പറ്റി അറിയാമായിരുന്നു, അത് നോക്കിയും കൂടെ എടുത്തത്. അപ്പം ഇതിനകത്ത് കുഴപ്പം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേറൊരു അഡാപ്റ്റർ മേടിക്കണം. നമുക്ക് ഈ ചാർജിങ് പോർട്ടിൽ നിന്നാണ് ഔട്ട് എടുക്കുന്നത്. അപ്പോൾ ചാർജിങ് പോർട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു അഡാപ്റ്റർ മേടിക്കണം. അത് ആമസോണിൽ അറൗണ്ട് 8,000 rupees അടുത്ത് കിടപ്പുണ്ട്. ഇവരുടെ വഴി നിന്ന് തന്നെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു, ഈ വഴി നിന്ന് തന്നെ. പക്ഷേ നമ്മളത് പിന്നീട് നോക്കാന്നുള്ള രീതിയില്ല. ഇന്ത്യ, ചൈന, മിക്കവാറും ചൈന വണ്ടികൾ എടുക്കുന്നവർ എല്ലാ അഴിവും നിനക്കൊക്കെ ഒന്നും വേറെ പണിയൊന്നുമില്ലേ, ചൈന വണ്ടി എടുത്തോണ്ടിരിക്കുകയാണോ? ഇവർ ഈ ചൈനയോടുള്ള ഒരു വിദ്വേഷം ഈ കമൻസിലായിട്ട് അങ്ങ് വന്ന് തീർക്കണം, ഫ്രസ്ട്രേഷൻ. അപ്പോൾ ഈ ചൈനയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അതിനെ കുറച്ച് ബഗ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം പല ആൾക്കാരായിട്ട്. ഇപ്പോൾ ഞാൻ അട്ടോ 3യുടെ റിവ്യൂ ചെയ്ത ഒരാളും കൂടെയാണ്. അപ്പോൾ ബഗ് ഫേസ് എപ്പോഴേലും ഒരു ബഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? നമുക്ക് ബഗ്ഗായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പം എന്താണ് ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്കത് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമായിരിക്കും. ഇതുവരെ ബഗ്ഗൊന്നും ഫീച്ചേഴ്സ് ആയിട്ട് തോന്നിയില്ല, പ്രോബ്ലംസ് ആയിട്ട് തോന്നിയിട്ടില്ല, ബഗ്ഗായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ. അപ്പം ഇതിനകത്ത് വരുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒന്നിച്ച് രണ്ട് ഫോൺ കണക്ട് ചെയ്യും. അപ്പം ആപ്പിൾ കാർപ്ലേ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ആൻഡ്രോയിഡ് ഓട്ടോയിൽ അല്ലെങ്കിൽ മറ്റേ ഫോണിൽ ഫോൺ വന്നു കഴിഞ്ഞാൽ അത് നിന്നിട്ട് ഫോൺ എടുക്കും, ഇതിനകത്ത് ഫോൺ കാണിക്കും. അതിൽ നിന്ന് പോയി നമുക്ക് തിരിച്ച് ആപ്പിൾ കാർപ്ലേ പോകാൻ പറ്റത്തില്ല. ബ്ലൂടൂത്ത് ആയിട്ട് രണ്ടും കിടപ്പുണ്ടെങ്കിലും അത് കാണിക്കും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ആൾക്കാർക്ക് വണ്ടിയുടെ നല്ലത് അറിയുന്നതിനേക്കാളും കൂടുതൽ ആഗ്രഹം വണ്ടിയുടെ മോശം അറിയുന്നത് അല്ലേ? അപ്പോൾ ഒരു യൂസറിനാണ് അതിനെക്കുറിച്ച് കറക്റ്റ് പറയുന്നത്. അപ്പോൾ എന്താണ് വണ്ടിയുടെ എടുത്തു പറയേണ്ട പോസിറ്റീവ്സ്, എന്താണ് എടുത്തു പറയേണ്ട പോരായ്മ? നമുക്ക് പോരായ്മ പറയുകയാണെങ്കിൽ ഈ പറയുന്ന തൈ സപ്പോർട്ട് അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഈ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്, ഇലക്ട്രിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവം. ഓക്കെ, അതേ ഉള്ളൂ. പിന്നെ അതല്ലാതെ പോരായ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബഡ്ജറ്റ് നോക്കുമ്പോൾ ഇത് ബഡ്ജറ്റ് ബെസ്റ്റ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ B6 ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഫീച്ചേഴ്സ് കുറച്ചും കൂടെ ഉണ്ട്. അപ്പം നമുക്കൊരു തോന്നൽ വരും V6ൻ്റെ അത്ര ഫീച്ചേഴ്സ് ഇതിനില്ലല്ലോ എന്ന്. അപ്പം ആ ഒരു പോരായ്മ തോന്നിയിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഇതാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ, ഓട്ടോ പാർക്കിങ്. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ഫീൽ വരും. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സീറ്റും അവൈലബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ അത് നല്ലൊരു ഇതിന് മറ്റേതിനെ കുറച്ചും കൂടെ ഹെഡ് സ്പേസ് കുറച്ച് കുറവാണ്. കറക്റ്റ്. പിന്നെ വണ്ടിയിൽ കയറിയിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. B6 അയ്യോ എൻ്റെ അമ്മോ, ഞാനൊക്കെ ശരിക്കും ഫീൽ ചെയ്തത് അതെങ്ങനെ ഇരിക്കണമെന്ന് തന്നെ അതിൻ്റെ ഒരു ഓണർ കാണിച്ചിരൊക്കെ ഉണ്ടായി, നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും 7 സീറ്റാണല്ലോ. ഞാൻ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എല്ലാവരുടെയും കൺസേൺ എന്ന് പറയുന്നത് ഇൻഷുറൻസിലാണ്. ഈ 6 സീറ്റ് ക്യാപ്റ്റൻ സീറ്റും അതുപോലെ തന്നെ ഈ 7 സീറ്റും വരുമ്പോൾ ഇൻഷുറൻസിൽ വ്യത്യാസമുണ്ടോ? എത്ര രൂപ ഇൻഷുറൻസ് അടച്ചു എന്നുള്ള അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഫിനാൻസ് പരമായിട്ട്? ഇൻഷുറൻസ് ഏകദേശം ഉണ്ട്, അറൗണ്ട് 70,000 rupees ഇൻഷുറൻസ് അടച്ചിരിക്കുന്നത്. നമ്മൾ E6ൻ്റെ ഇൻഷുറൻസിനെ നമ്മൾ E6 പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് അതുമായിട്ടുള്ളൊരു ഇൻഷുറൻസ് വാല്യൂയിലുള്ള ഒരു പ്രീമിയം വാല്യൂയിലുള്ള ഒരു വ്യത്യാസം നമ്മൾ നോക്കിയിട്ടില്ല. ഇതിന് അറൗണ്ട് 70,000 rupees E7. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഉപയോഗം എന്ന് പറയുന്നത് ഈ 7 സീറ്റർ ഇലക്ട്രിക് വെഹിക്കിളിൽ ഫസ്റ്റ് വെഹിക്കിളാണിത്. നമ്മുടെ ഈ വണ്ടിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് എനിക്കൊരു കാര്യം എടുത്തു ചോദിക്കാൻ തോന്നുന്നത്. കാരണം എല്ലാവരും പറയുന്നുണ്ട് ഈ വണ്ടിക്ക് ഫ്രണ്ടിൽ ഒരു ഫ്രണ്ട് സ്പേസ് ഇല്ല എന്നുള്ള സംഭവം. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബേസിക്കലി ഇതിന് ഫ്രണ്ട് സ്പേസ് ഇല്ല, അത് വേണേൽ വെക്കാം. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അതിന് വേറൊരു ക്യാബിനറ്റ് കിട്ടും, അത് മേടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് എത്ര രൂപയാണ് റേറ്റ്? അതിൻ്റെ റേറ്റ് ഒന്നും പറഞ്ഞില്ല, അവർക്കും ഒരു ഐഡിയ ഇല്ല, വേണം നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ B6 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എഞ്ചിൻ സൗണ്ട് അതിൽ നമുക്ക് ആക്കാൻ പറ്റും. ഇതിനകത്ത് അങ്ങനെ വല്ല ഓപ്ഷൻ? ഒരു ബേസിക് സൗണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, പക്ഷേ നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു സൗണ്ടിന്റെ സംഭവം ഉണ്ട്, പക്ഷെ അത് ഫീൽ ചെയ്തിട്ടില്ല. അത് ചെറിയൊരു ഫീൽ ഉണ്ട്, പക്ഷെ അത് ഓഫ് ആവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നോട്ട് അപ് ടു ദ മാർക്ക്. നമുക്ക് ആ പറയുന്ന ഫീച്ചർ ആണോ അതോ വണ്ടി ഓടുന്നതിൻ്റെ ആണോ നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ എല്ലാവരും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ വണ്ടിയുടെ പാർക്ക് അസിസ്റ്റിനെ കുറിച്ച്. കാരണം ഈവൻ ഞാൻ ആ സ്വിച്ചസ് എല്ലാം ഇതിനകത്ത് കണ്ടിരുന്നു. നമുക്ക് എങ്ങനെയാണ് പാർക്ക് അസിസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? പാർക്ക് അസിസ്റ്റിന്റെ കേസ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഫീച്ചർ ആണോ, നമ്മളതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ള ക്ലാരിറ്റി നമുക്ക് കറക്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാർണിംഗ് സൈൻസ് ഒക്കെ ആണോ എന്നുള്ളത്, അതാണോ ഇവർ പറയുന്നത്, അത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടത്. ബേസിക് വണ്ടിക്കുള്ള എല്ലാ പാർക്കിംഗ് ഫീച്ചേഴ്സും മുന്നിൽ കയറുമ്പോഴും സൈഡ് കാണിക്കുന്ന എല്ലാം ഇതിനകത്തുണ്ട്. അത് തന്നെയാണോ അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറെ സംഭവമാണ്. അപ്പം ഡോണിനെ സംബന്ധിച്ചാണെങ്കിൽ ഡോണിൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഡോണിൻ്റെ കുറേ വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈ വണ്ടിയൊക്കെ ഉപയോഗിച്ച സമയത്തും ഈ വണ്ടിക്കകത്തിരിക്കും, ഈ വണ്ടിക്ക് ഒരു വെയിറ്റേജ് ഫീൽ ചെയ്യും, അതുപോലെ തന്നെ റോഡ് ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തെ
ഈ പറയുന്ന ഡോറിന് ഭയങ്കര വെയിറ്റ് എല്ലാവരും പറയുന്നത് ഭയങ്കര എനിക്കും തോന്നി. അപ്പോൾ നമ്മൾ അടയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മുഴക്കത്തിൽ വരുന്നത് ഒരു ഭയങ്കര വെയിറ്റ് എന്തോ ഇരുന്ന വരെയാണ് ഡോർ അടയ്ക്കുമ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും വെയിറ്റ് ഉണ്ട് ഡോറിനൊക്കെ. വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു സേഫ്റ്റി ആസ്പെക്ട്സിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടോ? കാരണം വണ്ടിയുടെ എയർ ബാഗ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് സേഫ്റ്റിയെ കുറിച്ച് പറയാൻ? സേഫ്റ്റി എയർ ബാഗ് എല്ലാം ഉണ്ട്, പക്ഷേ ഇതിനകത്ത് സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അത് പറഞ്ഞിട്ടില്ല ഈ വണ്ടിയുടെ കേസ് മാത്രം. ബാക്കിയുള്ളവൻ പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തുകൊണ്ടാവാം, അതറിയത്തില്ല. ഓക്കെ, ഇതെന്ന് പറയുന്നത് 71.8 കിലോവാട്ടിൻ്റെ ആണ്. അതുപോലെ തന്നെ 51-ന്റെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ മോഡൽ കറക്റ്റ് ഏതാണ്? 71-ന്റെ. കാരണം സുപ്പീരിയർ എന്ന് പറയും. അപ്പം ആ മോഡൽ ചൂസ് ചെയ്ത് തന്നെ നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടാനായിട്ടാണ്. കമ്പാരിറ്റീവ്ലി മറ്റേ കുറച്ച് റേഞ്ച് കുറവാണ്. ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട് ശരിക്കും? അത്യാവശ്യം ബ്രേക്കിംഗ് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. എല്ലാ സൈഡിലും ഇതായതുകൊണ്ട്, ഡിസ്ക് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഭയങ്കര ബ്രേക്കിംഗ് ആണ്, ഒരു അഗ്രസീവ് ബ്രേക്കിംഗ് ആണ്. സോ വളരെ ക്ലിയർ ആയിട്ടും വളരെ ഡെപ്ത് ആയിട്ടുമാണ് ഡോൺ നമുക്ക് ആ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച് ഡോൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ വേ ഫ്രം കൃഷ്ണച്ചാൻ.